നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിലെ എൻ.ഡി.എ സർക്കാരിൻ്റെ കടുത്ത രാഷ്ട്രീയ എതിരാളിയുമായ എം.കെ. സ്റ്റാലിൻ ഫെബ്രുവരി 25 ഒരു നിർണായകമായ പ്രസ്താവന നടത്തിയിരുന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയത്തിൻ്റെ പേരിൽ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുകളിൽ ഒരു വാൾ തൂങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ലോക്സഭാ സീറ്റുകൾ കുറയാൻ പോകുന്നു. തമിഴ്നാടിന് 8 ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടും. ഇതായിരുന്നു ആ പ്രസ്താവന. എം.കെ. സ്റ്റാലിൻ്റെ ഈ പ്രസ്താവന എത്തിയതോടെ ഇന്ത്യയിൽ വടക്കും തെക്കും എന്ന വിഷയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. പ്രസ്താവനയ്ക്ക് പിന്നാലെ അതിർത്തി നിർണയം മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാൻ മാർച്ച് 5-ന്, അതായത് നാളെ, എം.കെ. സ്റ്റാലിൻ തമിഴ്നാട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അടുത്ത വർഷം സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സ്റ്റാലിൻ്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നതെന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സ്റ്റാലിൻ പറഞ്ഞത് തമിഴ്നാട് സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയാൻ പോകുന്നു എന്നാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്ന സൂചനകളും അതിലുണ്ട്. ഈ പ്രസ്താവന പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ഉയർന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഈ ലോക്സഭാ സീറ്റുകൾ കുറയാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനസംഖ്യാ നിയന്ത്രണം മൂലമാണ് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നത് എന്നാണ് സ്റ്റാലിൻ സൂചിപ്പിച്ചത്. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സ്റ്റാലിൻ്റെ പ്രസ്താവനയുടെ ബാക്കി കൂടി നമ്മൾ കേൾക്കണം. ജനസംഖ്യാ നിയന്ത്രണത്തിൽ തമിഴ്നാട് വിജയിച്ചു. എന്നാൽ ഇതിൻ്റെ ഫലം അടുത്ത അതിർത്തി നിർണയത്തിനു ശേഷം തമിഴ്നാട്ടിലെ ലോക്സഭാ സീറ്റുകൾ കുറയുമെന്നുള്ളതായിരിക്കും. നമുക്ക്, അതായത് തമിഴ്നാടിന് 8 സീറ്റുകൾ നഷ്ടപ്പെടും. അതിൻ്റെ ഫലമായി നമുക്കിനി 39 എം.പിമാർ ഉണ്ടാകില്ല. 31 എം.പിമാർ മാത്രമേ ഉണ്ടാകൂ. പ്രസ്താവനയ്ക്ക് അനുബന്ധമായി എം.കെ. സ്റ്റാലിൻ ഇത്രയും കൂടി പറഞ്ഞു. അതായത് സ്റ്റാലിൻ പറയുന്ന വാക്കുകൾ ഇഴകീറി പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. തമിഴ്നാട്ടിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 39 ഈ എണ്ണത്തിൽ കുറവുണ്ടാകാൻ പോകുന്നു. അതിർത്തി നിർണയം വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന് 8 സീറ്റുകൾ കുറഞ്ഞ് 31 സീറ്റുകൾ മാത്രമേ കാണുകയുള്ളൂ എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. തമിഴ്നാടിന് മാത്രമല്ല, കേരളത്തിനും ഈ ഭീഷണി ബാധകമാണ്. അതായത് സ്റ്റാലിൻ പറഞ്ഞ സൂചനകൾ അനുസരിച്ച് കേരളത്തിനുള്ള 20 ലോക്സഭാ സീറ്റുകൾ 18 കുറഞ്ഞേക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് സ്റ്റാലിൻ നടത്തിയത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ്റെ പ്രസ്താവനയോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടൻ തന്നെ പ്രതികരിച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ലെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അതിർത്തി പുതുക്കി നിർണയം കഴിഞ്ഞാലും ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെയും സീറ്റുകൾ കുറയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും അമിത്ഷാ ഓർമ്മിപ്പിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? അതിർത്തി നിർണയത്തിൻ്റെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം ഈ വിഷയം ഉന്നയിക്കുന്നത്? രാജ്യം ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഭംഗിയായി നടപ്പിലാക്കിയതിന് ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലമാണ് ഈ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കലെന്ന് സ്റ്റാലിൻ പറയുന്നതിന് കാരണമെന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനെല്ലാം ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ അതാണ് ഡീലിമിറ്റേഷൻ അഥവാ അതിർത്തി നിർണയം. വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിലെ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കുന്ന പ്രക്രിയയാണിത്. ഓരോ നിയോജക മണ്ഡലത്തിനും ജനസംഖ്യാടിസ്ഥാനത്തിൽ തുല്യവും നീതിയുക്തവുമായ പ്രാതിനിധ്യം ലഭിക്കുന്ന നടപടി. പാർലമെൻറ്റിലെ നിയമസഭകളിലും എല്ലാ പൗരന്മാർക്കും പ്രദേശങ്ങൾക്കും തുല്യ പ്രാധാന്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിർത്തി നിർണയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതിർത്തി നിർണയം നടക്കുമ്പോഴെല്ലാം പുതിയ സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അത് പൂർത്തീകരിക്കുന്നത്. അതായത് ജനസംഖ്യയും അതിർത്തി നിർണയവും തമ്മിൽ ബന്ധമുണ്ട് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അതിർത്തി നിർണയത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഭയപ്പെടുന്നത്? പറഞ്ഞു കേൾക്കുന്നത് പോലെ 2026 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകളുടെ പുനർനിർമ്മാണം നടത്തിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാർലമെൻ്ററി പ്രാതിനിധ്യം കുറയുമെന്ന ഭയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാജ്യത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഡീലിമിറ്റേഷൻ പ്രക്രിയയെക്കുറിച്ച് ആശങ്കാകുലരാണ്. കാരണം ഈ നടപടി പാർലമെൻറ്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അംഗബലം കുറയ്ക്കുകയും അതിൻ്റെ ഫലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദക്ഷിണേന്ത്യയുടെ സ്വാധീനം കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആ ഭയത്തിന് കാരണം. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് പരിധി നിർണയം നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും. അതായത് വടക്കേ ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകൾ വർദ്ധിച്ചേക്കാം. കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ
ജനസാന്ദ്രത വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതലുള്ളത്. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ അങ്ങനെ തന്നെ തുടരുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്തേക്കാം. ഒരിക്കലും വർദ്ധിക്കില്ല. നിലവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാടിന് 39 ലോക്സഭാ സീറ്റുകളും കേരളത്തിന് 20 ലോക്സഭാ സീറ്റുകളും കർണാടകയ്ക്ക് 28 ലോക്സഭാ സീറ്റുകളും ആന്ധ്രാപ്രദേശിന് 25 ലോക്സഭാ സീറ്റുകളും തെലങ്കാനയ്ക്ക് 17 ലോക്സഭാ സീറ്റുകളുമുണ്ട്. മൊത്തത്തിലുള്ള എണ്ണമെടുത്താൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ലോക്സഭയിൽ ആകെ 129 എംപിമാരുണ്ട്. അതേസമയം 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ്, 40 എണ്ണമുള്ള ബീഹാർ, 16 എണ്ണമുള്ള ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ മാത്രം എണ്ണം എടുത്തു കൂട്ടിയാൽ 134 എണ്ണം വരും. ഇനിയൊരു ഡീലിമിറ്റേഷൻ വന്നാൽ ഈ പറയുന്ന ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുകയും എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അങ്ങനെ തന്നെ തുടരുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും. ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള നിലവിലെ ജനസംഖ്യാ പ്രവണതകൾ കണക്കിലെടുക്കുമ്പോൾ അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 1976 അവസാനമായി അതിർത്തി നിർണയ പ്രക്രിയ നടന്നത്. 1976 ഇന്ത്യയിലെ ജനസംഖ്യ ഏകദേശം 63 കോടിയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ ഏകദേശം 145 കോടിയാണ്. അതായത് 50 വർഷത്തിനുള്ളിൽ നമ്മുടെ ജനസംഖ്യ ഇരട്ടിയിലധികമായി എന്നുകൂടി ഓർക്കണം. എന്നാൽ രാജ്യത്തെ ജനസംഖ്യ അതേ അനുപാതത്തിൽ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് രാജ്യമെമ്പാടും ഒരേപോലെയല്ല ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നത്. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുടുംബാസൂത്രണത്തിലൂടെയും ആരോഗ്യ പരിഷ്കാരങ്ങളിലൂടെയും ജനസംഖ്യാ വളർച്ചാ നിരക്ക് വലിയ തോതിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. മറുവശത്ത് ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ ഹിന്ദി ബെൽറ്റ് സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ അതിവേഗം വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഡീലിമിറ്റേഷൻ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ വസ്തുത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ നിയന്ത്രണങ്ങൾ ഒന്നും പാലിക്കുന്നില്ല എന്നുമാണ് കേന്ദ്രത്തിനെതിരെ നിരവധി നാളായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന പരാതി. ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയം കണ്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പകരം നൽകേണ്ടത് അവരുടെ ലോക്സഭാ സീറ്റുകളായിരിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇത് പാർലമെന്റിൽ ദക്ഷിണേന്ത്യയുടെ ശബ്ദവും സ്വാധീനവും കുറയ്ക്കുമെന്നും സംസ്ഥാനങ്ങൾ കരുതുന്നു. വടക്കേ ഇന്ത്യക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളുടെ ആധിപത്യം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കരുതുന്നു. കാരണം പാർലമെന്റിൽ ഇതിനകം തന്നെ കൂടുതൽ സീറ്റുകളുമായി അവർക്ക് സ്വാധീനമുണ്ട്. കൂട്ടത്തിൽ വീണ്ടും അതിർത്തി നിർണയം വരികയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്താൽ ഇത് പ്രാദേശിക അസമത്വം കൂടുതൽ ആഴത്തിലാക്കിയേക്കുമെന്നുള്ളതാണ് ആശങ്കയ്ക്ക് കാരണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പലപ്പോഴും മെച്ചപ്പെട്ട ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യാവസായിക വികസനം എന്നിവയ്ക്ക് പേരുകേട്ടവയാണ്. ഇതവരുടെ ശക്തിയായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിർത്തി നിർണയത്തിന് ശേഷം ഈ ശക്തി ഒരു ബലഹീനതയായി മാറിയേക്കുമോ എന്നാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സംശയം. തമിഴ്നാട്ടിലെ DMK, ആന്ധ്രാപ്രദേശിലെ YSRCP തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ പ്രാദേശിക പാർട്ടികൾ ഇതിനെ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയായി കാണുന്നുണ്ട്. സീറ്റുകളിൽ കുറവ് വന്നാൽ ദേശീയ തലത്തിൽ തങ്ങളുടെ വിലപേശൽ ശക്തിയെ അത് ബാധിക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഡീലിമിറ്റേഷൻ നടത്തുന്നത് ജനസംഖ്യ മാത്രം അടിസ്ഥാനമാക്കിയാണെങ്കിൽ തീർച്ചയായും ദക്ഷിണേന്ത്യൻ സീറ്റുകൾ കുറയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ ഏകദേശം 7.6 കോടി ജനസംഖ്യയും 39 ലോക്സഭാ സീറ്റുകളുമുണ്ട്. അതേസമയം ഉത്തർപ്രദേശിൽ 22 കോടിയിലധികം ജനസംഖ്യയും 80 ലോക്സഭാ സീറ്റുകളുമുണ്ട്. പുതിയ ഡീലിമിറ്റേഷൻ ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ സീറ്റുകൾ വർദ്ധിച്ചേക്കാം. പക്ഷേ തമിഴ്നാടിന് ലോക്സഭാ സീറ്റുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കുറവുമാണ്. ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ പഠനമനുസരിച്ച് 2025 ആകുമ്പോഴേക്കും UP, ഉത്തരാഖണ്ഡിലെ ജനസംഖ്യ 25 കോടിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20 ലക്ഷം ജനസംഖ്യ ഒരു ലോക്സഭാ സീറ്റിന് അടിസ്ഥാനമായി എടുത്താൽ UPക്കും ഉത്തരാഖണ്ഡിനും കൂടി 126 ലോക്സഭാ സീറ്റുകൾ ലഭിക്കും. ബീഹാറിനും ജാർഖണ്ഡിനും കൂടി 85 സീറ്റുകൾ ലഭിക്കും. അതേസമയം തമിഴ്നാട്ടിൽ 39 സീറ്റുകൾ അതേപോലെ തന്നെ നിലനിൽക്കും. കേരളത്തിന് 20-ൽ നിന്ന് 18 സീറ്റുകളായി കുറയും. 1976 പോലെ 10 അല്ലെങ്കിൽ 11 ലക്ഷം ജനസംഖ്യയ്ക്ക് ഒരു MP എന്ന പ്രാതിനിധ്യം അംഗീകരിക്കപ്പെട്ടാൽ UP, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ് എന്നീ ലോക്സഭാ സീറ്റുകളിൽ വലിയ വർധനവുണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ UP, ഉത്തരാഖണ്ഡിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 250-ഉം ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ 169 ലോക്സഭാ സീറ്റുകളും രാജസ്ഥാനിൽ 82 ലോക്സഭാ സീറ്റുകളും തമിഴ്നാട്ടിൽ 76 ലോക്സഭാ സീറ്റുകളുമായിരിക്കും
ഉണ്ടാവുക. കേരളത്തിൽ ആ സമയം 36 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരിക്കും. ഇതിപ്പോഴുള്ള ജനസംഖ്യയുടെ പകുതി ഉണ്ടായിരുന്ന 1976 കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ്. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു അതിർത്തി നിർണയം പ്രായോഗികമല്ല. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടക ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും BJPക്ക് ശക്തമായ സ്വാധീനം ഇല്ലാത്തതാണ് ഡീലിമിറ്റേഷനെക്കുറിച്ച് ദക്ഷിണേന്ത്യൻ പാർട്ടികളുടെ അസ്വസ്ഥതയ്ക്ക് ഒരു കാരണമാകുന്നത്. തമിഴ്നാട് മാത്രമല്ല, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും അതിർത്തി നിർണയത്തിൽ സംശയങ്ങളും അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുന്നുണ്ട്. NDAയുടെ ഭാഗമായിട്ടും നീതി ആയോഗുമായി സംസാരിക്കുമെന്ന് TDP നേതാവും കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായ രാം മോഹൻ നായിഡു വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിനോടും അനീതി കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിർത്തി നിർണയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കാൻ തൻ്റെ സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പിന്നീട് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു. അതിർത്തി നിർണയത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ ജനങ്ങൾ ഉടൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.